നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം സത്യവാൻ സാവിത്രി. കഴിഞ്ഞ ഭഗവത് മാഹാത്മ്യം എന്ന അധ്യായത്തിൽ ലാസ്റ്റിൽ പറഞ്ഞത് ജയദ്രഥൻ പാണ്ഡവന്മാരോട് തോറ്റ അവമാനഭാരത്താൽ അവരെ ജയിക്കാൻ വേണ്ടിയിട്ട് പരമശിവനെ തപസ് ചെയ്തു. തപസ്സിൽ സംതൃപ്തനായിട്ടുള്ള പരമശിവൻ ജയദ്രഥൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ജയദ്രഥൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. അതായത് പാണ്ഡവന്മാർ അജയ്യരാണ്. അവർക്ക് തുണയായി നിൽക്കുന്നത് ദ്വാരകാനാഥനായ സാക്ഷാൽ നാരായണനും. അദ്ദേഹത്തോടൊപ്പം അർജുനൻ കൂടി ചേർന്നാൽ പിന്നെ അവർ നരനാരായണന്മാരാകും. അവരെ ജയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് അർജുനനെ ഒഴികെ ബാക്കിയുള്ളവരെ നീ ഒരു ദിവസത്തേക്ക് ജയിക്കൂ എന്നാണ് വരം കൊടുത്തത്. ആ വരം കേട്ടിട്ട് ജയദ്രഥന് തൃപ്തിയായില്ല. എന്നാലും വേറെ മാർഗമൊന്നുമില്ലല്ലോ. അങ്ങനെ തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങിപ്പോന്നു എന്നാണ് കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞത്. ഇനി നമുക്ക് സത്യവാൻ സാവിത്രി എന്ന കഥ നോക്കാം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമുക്ക് കഥ നോക്കാം. സത്യവാൻ സാവിത്രി. പാണ്ഡവന്മാർ മറ്റു വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ കാമ്യകവനത്തിലെ താമസം തുടർന്നു. അങ്ങനെയിരിക്കെ മാർക്കണ്ഡേയ മഹർഷി വീണ്ടും അവിടെ എത്തി. പാണ്ഡവന്മാർ സന്തോഷിച്ചു. അദ്ദേഹം ഏതാനും ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്നപ്പോൾ യുധിഷ്ഠിരൻ മുനിയോട് ചോദിച്ചു, അല്ലയോ മഹർഷി, ഞാൻ എന്നെപ്പറ്റിയോ എൻ്റെ സഹോദരന്മാരെ പറ്റിയോ രാജ്യത്തെക്കുറിച്ചോ അല്ല കൂടുതലായി ചിന്തിച്ച് ദുഃഖിക്കുന്നത്. എൻ്റെ ദുഃഖം കൂടുതലായി ഈ കൃഷ്ണാദേവിയെക്കുറിച്ചാണ്. പാർഷദി അയോനിജയായി അഗ്നിമധ്യത്തിൽ നിന്നും ജനിച്ചവളാണ്. ഇവർ നിത്യകർമ്മങ്ങളിൽ ഒന്നും ഏർപ്പെട്ടിട്ടില്ല. ജയദ്രഥൻ അപഹരിച്ചു കൊണ്ടുപോയ ദ്രൗപദിയെ വീണ്ടെടുത്തത് ശരി തന്നെ. എങ്കിലും ധർമ്മചാരിണിയായ ഞങ്ങളുടെ പത്നി ഇപ്രകാരം പരാപഹരണത്തിന് എങ്ങനെ പാത്രമായി? പാഞ്ചാലിക്ക് ഈ ആപത്ത് സംഭവിക്കാൻ എന്താണ് കാരണം? പ്രാരബ്ധമാണെന്ന് പറയാം. എന്നാലും നല്ലവർക്ക് നല്ല പ്രാരബ്ധമല്ലാതെ ചീത്ത പ്രാരബ്ധം എങ്ങനെ ഉണ്ടാകുന്നു? എല്ലാവർക്കും ദൗർഭാഗ്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ എന്നേക്കാൾ നിർഭാഗ്യവാനായ ഒരാളെ പറ്റി അങ്ങ് കേട്ടിട്ടുണ്ടോ? യുധിഷ്ഠിരൻ്റെ ചോദ്യം കേട്ടപ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ശ്രീരാമനും സീതാദേവിയും നിങ്ങളെക്കാൾ വളരെയധികം നിർഭാഗ്യവാന്മാരായിരുന്നു. അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരംശം മാത്രമേ നിങ്ങൾ അനുഭവിക്കുന്നുള്ളൂ. മഹർഷി ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും കഥ മുഴുവൻ വിസ്തരിച്ച് പാണ്ഡവന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം തുടർന്നു, ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു. ലക്ഷ്മീദേവിയുടെ അവതാരമായിട്ടാണ് ജാനകി ജനിച്ചത്. അവളും പാഞ്ചാലിയെപ്പോലെ അയോനിജയായിരുന്നു. അവളെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയില്ലേ? എന്തൊക്കെ അപവാദം ആ ദേവി കേൾക്കേണ്ടി വന്നു. അവസാനം സ്വന്തം ഭർത്താവ് തന്നെ അവളെ പരിത്യജിച്ചില്ലേ? അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാദേവിയുടെ കഷ്ടപ്പാടുകൾ നിസ്സാരങ്ങളല്ലേ? യുധിഷ്ഠിര, ദ്രൗപദിയേക്കാൾ ഏറെ ദുഃഖിക്കേണ്ടി വന്ന ഒരു രാജപുത്രിയുടെ കഥ ഞാൻ പറയാം, അതുകൂടി കേൾക്കുക. ഇനി സാവിത്രിയുടെ കഥ പറയാണ്. സാവിത്രിയുടെ ജനനം. മദ്രരാജ്യത്തെ രാജാവായിരുന്നു അശ്വപതി. അദ്ദേഹം സത്യസന്ധനും ധർമ്മിഷ്ഠനും പ്രജാവത്സരനുമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ആരാധിച്ചു. പ്രജകൾ അദ്ദേഹത്തെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ചു. അദ്ദേഹത്തിന് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തന്മൂലം അതീവ ദുഃഖിതനായിരുന്നു. പല സൽക്കർമ്മങ്ങളും യജ്ഞങ്ങളും കഴിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. നിരാശനായ അദ്ദേഹം രാജ്യഭാരം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് കാട്ടിലേക്ക് പോയി. സൂര്യകന്യകയും ഗായത്രി മന്ത്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയുമായ സാവിത്രിയെ പ്രീതിപ്പെടുത്താനായി അദ്ദേഹം തപസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ തീവ്രമായ തപസ്സിൽ തൃപ്തയായ സാവിത്രി ദേവി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തനിക്ക് ഉത്തമന്മാരായ പുത്രന്മാർ ഉണ്ടാകണം എന്ന് അദ്ദേഹം ദേവിയോട് അപേക്ഷിച്ചു. കർമ്മദോഷം കൊണ്ട് അദ്ദേഹത്തിന് പുത്രന്മാർ ഉണ്ടാവാനുള്ള കർമ്മമില്ലെന്നും എന്നാൽ ഒരു പുത്രി ഉണ്ടാവുമെന്നും അനുഗ്രഹിച്ചിട്ട് ദേവി മറഞ്ഞു. രാജാവ് അരമനയിലേക്ക് മടങ്ങി. കാലാന്തരത്തിൽ അദ്ദേഹത്തിന് ഒരു പുത്രി ജനിച്ചു. സാവിത്രി ദേവിയുടെ കൃപാകടാക്ഷം കൊണ്ടുണ്ടായ പുത്രിയായതിനാൽ അവൾക്ക് സാവിത്രി എന്ന് പേരിട്ടു. അവളെ രാജാവും രാജ്ഞിയും ലാളിച്ചു വളർത്തി. അവൾ അംഗലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഒരു യുവതിയായി. വിവാഹപ്രായമായിട്ടും അവൾക്ക് അനുരൂപനായ ഒരു വരനെ കണ്ടുകിട്ടിയില്ല. തന്മൂലം മാതാപിതാക്കന്മാർ ദുഃഖിച്ചു. കന്യക തന്നെ രാജ്യാന്തരങ്ങളിൽ അമാത്യന്മാരോടൊപ്പം സഞ്ചരിച്ച് ഇഷ്ടപ്പെട്ട വരനെ കണ്ടുപിടിക്കുന്ന പതിവ് അക്കാലത്ത് ഉണ്ടായിരുന്നു. അപ്രകാരം സാവിത്രി തന്നെ വരനെ കണ്ടുപിടിക്കട്ടെ എന്ന് രാജാവ് നിശ്ചയിച്ചു. ഇനി നാരദൻ്റെ വെളിപ്പെടുത്തലാണ്. അമാത്യന്മാരോടും അംഗരക്ഷകരോടും കൂടി അവൾ അനവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. അവസാനം അനുരൂപനായ ഒരാളെ കണ്ടുപിടിച്ച് അവൾ അരമനയിൽ മടങ്ങിയെത്തി. അവൾ അരമനയിലെത്തുമ്പോൾ നാരദ മഹർഷിയും രാജാവും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
ദേവാംഗനയെപ്പോലെ സുഭഗയായ യൗവനയുക്തയായ സാവിത്രിയെ കണ്ടപ്പോൾ നാരദ മഹർഷി ചോദിച്ചു, രാജാവേ, എന്തുകൊണ്ടാണ് ഇതുവരെയായി ഇവളുടെ വിവാഹം നടത്താതിരുന്നത്? രാജാവ്, മഹർഷേ, വരനെ തേടിപ്പോയി അവൾ മടങ്ങി വന്നിരിക്കുകയാണ്. അവൾ ആരെയാണ് ഭർത്താവായി വരിക്കുന്നത് എന്ന് അങ്ങ് തന്നെ അവളോട് ചോദിച്ചാലും. മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായി സാവിത്രി പറഞ്ഞു, ജുമൽസേനൻ സാലുരാജ്യത്തെ രാജാവായിരുന്നു. അദ്ദേഹം കുരുടനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ശത്രുവായ അയൽ രാജ്യത്തെ രാജാവ് സാലുരാജ്യം പിടിച്ചടക്കി. തന്മൂലം അന്ധനായ ജുമൽസേനൻ രാജ്ഞിയോടും ബാലനായ തൻ്റെ പുത്രനോടും കൂടി വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അവർ വനത്തിൽ തപസ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ ബാലനായ പുത്രൻ വളർന്ന് ഇപ്പോൾ യൗവനയുക്തനായി തീർന്നിരിക്കുന്നു. അദ്ദേഹം എനിക്ക് അനുരൂപനായ ഭർത്താവായിരിക്കുമെന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് സത്യവാൻ എന്നാണ്. നാരദൻ ഇത് കേട്ടപ്പോൾ ഒന്നും പറയാതെ മൂകനായിരുന്നു. ഇത് കണ്ട രാജാവ് ചോദിച്ചു, മഹർഷേ, അങ്ങ് എന്താണ് ഒന്നും പറയാത്തത്? സത്യവാൻ എൻ്റെ മകൾക്ക് ചേർന്ന ഭർത്താവായിരിക്കുകയില്ലേ? നാരദൻ, രാജാവേ, സത്യവാൻ ഉത്തമനായൊരു ഭർത്താവായിരിക്കും. അവൻ അവൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ സത്യസന്ധനാണ്. അവൻ തേജസ്വിയാണ്, ബുദ്ധിമാനാണ്, വീരനാണ്, ക്ഷമവാനാണ്, ഉദാരനാണ്, പ്രിയദർശനനാണ്. ഒരു പുരുഷന് വേണ്ട എല്ലാ ഗുണങ്ങളും അവനുണ്ട്. പക്ഷേ നാരദൻ കൂടുതൽ പറയാതെ അർദ്ധോക്തിയിൽ വിരമിച്ചു. രാജാവിന് ആകാംക്ഷയായി. മുനെ, അങ്ങ് എന്താണ് പക്ഷേ എന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞത്? രാജാവ് ചോദിച്ചു. നാരദൻ അവൻ്റെ എല്ലാ ഗുണങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന ഒരു ദോഷം അവനുണ്ട്. ഇന്നേക്ക് ഒരു വർഷം തികയുന്ന ദിവസം അവൻ മരിച്ചു പോകും. രാജാവ് ഇത് കേട്ടപ്പോൾ ഞെട്ടി. വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ മകൾ വിധവയാകും എന്ന കാര്യം രാജാവിന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. സത്യവാനെ വിട്ട് മറ്റാരെയെങ്കിലും തിരഞ്ഞെടുക്കാൻ അദ്ദേഹം മകളെ കൊണ്ടുദോഷിച്ചു, നിർബന്ധിക്കുകയോ തന്നെ ചെയ്തു. എന്നാൽ നാരദൻ പറഞ്ഞു കേട്ടിട്ട് സാവിത്രിക്ക് ഒരു കൂസലുമുണ്ടായില്ല. അവൾ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയില്ല. അവൾ ദൃഢചിത്തയായി പറഞ്ഞു, അദ്ദേഹം ദീർഘായുസ്സോ അല്പായുസ്സോ ആകട്ടെ, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ പതിയായി വരിച്ചു. ഇനി മറ്റൊരാളെ ഞാൻ വരിക്കുകയില്ല. സാവിത്രിയുടെ ഖണ്ഡിതമായ തീരുമാനം കേട്ടപ്പോൾ നാരദന് സന്തോഷമാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, സാവിത്രി ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവളെ തടയേണ്ട. അവളുടെ മനസ്സിന് ഉറപ്പുണ്ട്. അവളുടെ ആഗ്രഹപ്രകാരം കല്യാണം നടത്തിക്കൊടുക്കുക. രാജാവ് സമ്മതിച്ചു. നാരദ മഹർഷി യാത്രയായി. ഇനി സത്യവാൻ സാവിത്രി പരിണയം. അശ്വപതി മകളെയും കൂട്ടി അമാത്യന്മാരോടും അനുചരന്മാരോടും കൂടി ജുമൽസേനൻ്റെ ആശ്രമത്തിലെത്തി. തപസ്സിലേർപ്പെട്ടിരിക്കുന്ന അന്ധനായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് നമസ്കരിച്ചു. താൻ മദ്രരാജാവായ അശ്വപതിയാണെന്നും തൻ്റെ മകളെ സത്യവാന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചു വന്നിരിക്കുകയാണ് എന്നുമുള്ള വിവരം ജുമൽസേനനെ അറിയിച്ചു. ജുമൽസേനൻ അശ്വപതി അറിയിച്ചത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു, രാജ്യം നഷ്ടപ്പെട്ട കാട്ടിൽ വന്ന് തപസ് ചെയ്ത് കഴിയുന്നവരാണ് ഞങ്ങൾ. അങ്ങയുടെ പുത്രി രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നവളാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ ആശ്രമത്തിൽ വന്ന് പാർക്കാൻ അവൾക്ക് എങ്ങനെ സാധിക്കും? അശ്വപതി, സുഖവും ദുഃഖവും വരികയും പോവുകയും ചെയ്യും എന്ന് നല്ലതുപോലെ അറിവുള്ളവളാണ് എൻ്റെ മകൾ. സുസ്ഥിരമല്ലാത്ത സുഖദുഃഖങ്ങളെ ഞങ്ങൾ വകവയ്ക്കുന്നില്ല. കുലമഹിമ നമുക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് എൻ്റെ മകളെ അങ്ങയുടെ സ്നുഷയായി സത്യവാൻ്റെ ഭാര്യയായി സ്വീകരിച്ചാലും. ജുമൽസേനൻ വിവാഹത്തിന് സമ്മതിച്ചു. ആശ്രമവാസികളായ വിപ്രന്മാരെയെല്ലാം ക്ഷണിച്ചു വരുത്തി യഥാവിധി വിവാഹം നടത്തി. അശ്വപതി സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി. മനസ്സിലാഗ്രഹിച്ച ഭർത്താവിനെ ലഭിച്ചതുകൊണ്ട് സാവിത്രിയും സൽഗുണസമ്പന്നയായ ഭാര്യയെ ലഭിച്ചതുകൊണ്ട് സത്യവാനും ഒന്നുപോലെ സന്തോഷിച്ചു. അച്ഛൻ കൊട്ടാരത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ സാവിത്രി ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചു. രാജകീയമായ ഉടയാടകൾക്ക് പകരം വൽക്കലവും കാഷായ വസ്ത്രവും ധരിച്ചു. തൻ്റെ ഭർത്താവിനെയും വൃദ്ധരായ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെയും ശുശ്രൂഷിക്കുകയും അവരോടൊപ്പം ഈശ്വരവചനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. എന്നാൽ അപ്പോഴൊക്കെ നാരദൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തെ നീറ്റിക്കൊണ്ടിരുന്നു. കാലമാകുന്ന രഥം മുന്നോട്ട് ഉരുണ്ടുകൊണ്ടേയിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. നാരദൻ പറഞ്ഞ നിർണായകമായ ദിവസത്തിന് 4 ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സാവിത്രി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസം ആരംഭിച്ചു. ഈ ദിവസങ്ങളിൽ അവൾ ധ്യാന നിമഗ്നയായി ഏകാഗ്രമായി ഈശ്വരഭജനം നടത്തി. ഇനി സത്യവാൻ്റെ മരണം. 4-ാമത്തെ ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ
അവൾ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. നാരദൻ പറഞ്ഞതനുസരിച്ച് അന്നാണ് സത്യവാൻ്റെ മരണം സംഭവിക്കേണ്ടത്. വ്രതം അവസാനിച്ചതുകൊണ്ട് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ അവളുടെ ശുശ്രൂഷനും അവളെ നിർബന്ധിച്ചു. എന്നാൽ അവൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയില്ല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആഹാരം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. സത്യവാൻ പതിവ് പോലെ വിറക് ശേഖരിക്കാനായി വനത്തിലേക്ക് പോകാൻ തയ്യാറായി. സാവിത്രിയും അന്ന് സത്യവാനെ അനുഗമിക്കുന്നതിന് തീരുമാനിച്ചു. സത്യവാനും മാതാപിതാക്കളും അവളെ വിലക്കിയെങ്കിലും അവൾ സത്യവാനോടുകൂടി പോവുക തന്നെ ചെയ്തു. അവർ വനത്തിലെത്തി. ചമതയും ദർഭയും പഴങ്ങളും മറ്റും ശേഖരിച്ചു. അതിനുശേഷം സത്യവാൻ വിറകിനു വേണ്ടി മരക്കൊമ്പ് മുറിക്കാൻ ഒരു മരത്തിൽ കയറി. അവന് തല കറങ്ങുന്നത് പോലെ തോന്നി. വേഗത്തിൽ താഴെ ഇറങ്ങി. ഇതെല്ലാം സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരുന്ന സാവിത്രി ഓടിച്ചെന്ന് അവനെ താങ്ങിപ്പിടിച്ച് മടിയിൽ കിടത്തി. അധികം താമസിയാതെ സത്യവാൻ തളർന്ന് കണ്ണുകൾ പൂട്ടി ഗാഠനിദ്രയിലാണ്ടു. സാവിത്രിക്ക് കാര്യം മനസ്സിലായി. നാരദൻ പറഞ്ഞനുസരിച്ച് അന്ന് സത്യവാൻ്റെ മരണദിവസമാണ്. സാവിത്രിക്ക് പരിഭ്രമമായി. അവൾ ചുറ്റുപാടും നോക്കി. അസാധാരണ തേജസ്സുള്ള ഒരു പുരുഷൻ തൻ്റെ സമീപം നിൽക്കുന്നതായി സാവിത്രി കണ്ടു. സത്യവാൻ്റെ ശിരസ് മടിയിൽ നിന്നും താഴേക്ക് വെച്ചിട്ട് അവൾ എഴുന്നേറ്റു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദിവ്യാത്മാവിനെ നമസ്കരിച്ചിട്ട് അദ്ദേഹം ആരാണെന്നും എന്തിനാണ് വന്നത് എന്നും തിരക്കി. ആഗതൻ പുഞ്ചിരിച്ചു. തൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സാവിത്രി ഭയപ്പെടും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഞാൻ യമനാണ്, സത്യവാൻ്റെ ജീവൻ കൊണ്ടുപോകാൻ വന്നതാണ്, ആഗതൻ പറഞ്ഞു. യമകിങ്കരന്മാരുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്ന സാവിത്രിക്ക് ഭയത്തിനു പകരം ആശ്ചര്യമാണ് ഉണ്ടായത്. അവൾ ചോദിച്ചു, ദേവാ, മനുഷ്യരുടെ ജീവൻ കൊണ്ടുപോകുന്നതിന് യമദൂതന്മാർ എത്തും എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഭവാൻ തന്നെ നേരിട്ട് വരാൻ എന്താണ് കാരണം? യമൻ, സത്യവാൻ പരമധാർമ്മികനും സൽഗുണ സമ്പന്നനുമായതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് വന്നതാണ്. കയ്യിലുണ്ടായിരുന്ന കയർ വീശി സത്യവാൻ്റെ ജീവൻ ബന്ധിച്ചു. അപ്പോൾ അവൻ്റെ ശ്വാസം നിന്നു. ശരീരം നിശ്ചേഷ്ടമായി. സത്യവാൻ മരിച്ചു. ഇനി സാവിത്രിയുടെ പാതിവൃത്യ മഹിമ. യമൻ സത്യവാൻ്റെ ജീവനും കയ്യിലേന്തി തെക്കോട്ട് നടന്നു. സാവിത്രി യമനെ പിന്തുടർന്നു. ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി സത്യവാന് വേണ്ട ശേഷക്രിയകൾ ചെയ്യാൻ യമൻ സാവിത്രിയോട് നിർദ്ദേശിച്ചു. ഇപ്പോൾ വന്നിടത്തോളം അല്ലാതെ ഇതിൽ കൂടുതൽ തൻ്റെ പിന്നാലെ വരാൻ സാവിത്രിക്ക് സാധ്യമല്ലെന്നും യമധർമ്മൻ പറഞ്ഞു. സാവിത്രി, പ്രഭു, എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അങ്ങ് എങ്ങോട്ട് കൊണ്ടുപോകുന്നുവോ അവിടേക്ക് ഞാനും വരുന്നു. ഞാൻ ധർമ്മത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ധർമ്മത്തിനായി എൻ്റെ ഭർത്താവിനെ ഏതിടത്തിലും എനിക്ക് പിന്തുടരുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. സാവിത്രിയുടെ ദൃഢനിശ്ചയത്തിലും പതിഭക്തിയിലും സന്തുഷ്ടനായ യമധർമ്മൻ സത്യവാൻ്റെ ജീവനൊഴിച്ച് മറ്റെന്തെങ്കിലും വരം കൊടുക്കാം എന്ന് അവളോട് പറഞ്ഞു. അന്ധനായ തൻ്റെ ശുശ്രൂഷന് കാഴ്ച ലഭിക്കണം എന്നായിരുന്നു സാവിത്രി ആവശ്യപ്പെട്ടത്. അപ്രകാരം ആയിത്തീരും എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോകാൻ യമൻ നിർദ്ദേശിച്ചു. എന്നാൽ അവൾ അതിന് തയ്യാറായില്ല. അവൾ യമധർമ്മൻ്റെ ധർമ്മബുദ്ധിയെ വാഴ്ത്തി സ്തുതിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കത്തക്കവണ്ണം വീണ്ടും സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. രണ്ടാമത് ഒരു വരം കൊടുക്കാൻ യമൻ സന്നദ്ധനായി. ശുശ്രൂഷന് നഷ്ടപ്പെട്ട രാജ്യവും ഐശ്വര്യവും തിരികെ കിട്ടണം എന്ന് സാവിത്രി ആവശ്യപ്പെട്ടു. യമധർമ്മൻ അത് സഫലമാകുമെന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ചു. ഇനിയുമെങ്കിലും കൂടുതൽ നടന്ന ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവിക്കാതെ മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ട യമനോട് സാവിത്രി ചോദിച്ചു, എല്ലായിടങ്ങളിലും ഒരുപോലെ പ്രശോഭിക്കുന്ന സൂര്യദേവൻ്റെ പുത്രനാണല്ലോ അങ്ങ്. സർവ്വഭൂതങ്ങളെയും ധർമ്മത്താൽ നിലനിർത്തുന്ന ധർമ്മരാജ്യവുമാണ്. ഇപ്രകാരം വിഖ്യാതനായ ഭവാനെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഞാൻ പിന്തുടരുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ബുദ്ധിമുട്ടും ക്ഷീണവും ഉണ്ടാവുക? യമധർമ്മൻ്റെ മനസ്സ് വീണ്ടും മധുരമായി. സാവിത്രിക്ക് 2 വരങ്ങൾ കൂടി കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. സാവിത്രി, പുത്രനില്ലാത്ത എൻ്റെ പിതാവിന് 100 പുത്രന്മാർ ഉണ്ടാകണം. ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്ന 3ാമത്തെ വരം. എനിക്ക് സത്യവാനിൽ നിന്ന് 100 പുത്രന്മാർ ജനിക്കണമെന്നാണ് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്ന 4ാമത്തെ വരം. യമൻ ഈ 2 വരങ്ങളും കൂടി നൽകി. ഇപ്പോൾ തന്നെ വളരെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നും ഇനിയും നടന്ന് തളരാതെ പിന്തിരിയണമെന്നും യമധർമ്മൻ സാവിത്രിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ സാവിത്രി പറഞ്ഞു, പ്രഭോ, നിത്യമായ ധർമ്മനിഷ്ഠയിൽ എന്നും ഉറച്ചു നിൽക്കുന്നവരാണല്ലോ സത്തുക്കൾ. സത്യവാനിൽ നിന്നും 100 പുത്രന്മാർ ഉണ്ടാകുമെന്ന് അങ്ങ് വരം തന്ന് അനുഗ്രഹിച്ചു. എന്നിട്ടും അങ്ങ് സത്യവാൻ്റെ ജീവൻ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? സത്യവാൻ ജീവിക്കുന്നതിന് അനുവദിച്ചാലും ഭഗവാന്റെ വാക്കുകൾ സത്യമായി വരട്ടെ. തനിക്ക് അമളി പറ്റിയെന്ന് യമധർമ്മന് മനസ്സിലായി. എങ്കിലും അദ്ദേഹത്തിന് യാതൊരു പരിഭവവും സാവിത്രിയോട് തോന്നിയില്ല. സത്യവാനോട് അവർക്കുള്ള ദൃഢാനുരാഗത്തെപ്പറ്റിയും അവളുടെ പാതിവൃത്യത്തിൻ്റെ പരിശുദ്ധിയെപ്പറ്റിയും ബോധ്യമായ അദ്ദേഹം സന്തുഷ്ടനായി. സത്യവാൻ്റെ ജീവൻ തിരിച്ചു നൽകി. ദീർഘസുമംഗലി ആയിരിക്കുമെന്ന് അനുഗ്രഹിച്ചിട്ട് യമൻ മറഞ്ഞു. സാവിത്രിക്ക് തൻ്റെ സ്വന്തം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി.
സത്യവാൻ കിടന്നിരുന്ന സ്ഥലത്തേക്ക് ഓടി. സത്യവാൻ അപ്പോഴും ഉറങ്ങുന്നത് പോലെ തറയിൽ കിടക്കുകയായിരുന്നു. സാവിത്രി സത്യവാൻ്റെ തല താങ്ങിയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. നിമിഷങ്ങൾക്കകം സത്യവാൻ കണ്ണു തുറന്നു. ഒരു ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോഴുണ്ടാകുന്ന സ്നേഹവായ്പോടെ അവൻ തൻ്റെ പ്രിയതമയെ നോക്കി. സാവിത്രി കോൾമേൽ കൊണ്ടു. അഷ്ടബാഷ്പം ചൊരിഞ്ഞു. സത്യവാൻ സാവധാനം എഴുന്നേറ്റു. സമയം അപ്പോഴേക്കും അർദ്ധരാത്രിയായി കഴിഞ്ഞിരുന്നു. എങ്ങും കൂരിരുട്ട് വ്യാപിച്ചിരുന്നു. എങ്കിലും വളരെ പ്രയാസപ്പെട്ടവർ ആശ്രമത്തിലേക്ക് നടന്നു. ആശ്രമത്തിലുണ്ടായിരുന്ന ദ്യുമൽസേനന് പെട്ടെന്ന് കണ്ണിന് കാഴ്ചയുണ്ടായി. തൻ്റെ ചുറ്റുപാടുമുള്ളതെല്ലാം കാണാൻ കഴിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. കാട്ടിലേക്ക് പോയ തൻ്റെ മകനും മരുമകളും രാത്രിയായിട്ടും മടങ്ങി വന്നിട്ടില്ല. ദ്യുമൽസേനൻ സമീപത്തുള്ള ആശ്രമത്തിലേക്ക് പോയി അവരെ തിരക്കി. ആർക്കും സത്യവാനെപ്പറ്റി ഒരറിവുമില്ലായിരുന്നു. അത്യന്തം ദുഃഖിതനായ ദ്യുമൽസേനനെ സമാധാനിപ്പിക്കാനായി മറ്റു മുനിമാർ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെത്തി. അപ്പോഴേക്കും സത്യവാനും സാവിത്രിയും ആശ്രമത്തിൽ വന്നു ചേർന്നു. അച്ഛൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ സത്യവാൻ നിസ്സീമമായി ആഹ്ലാദിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതം കൂറി നിന്നവരോടെല്ലാം സാവിത്രി നടന്ന കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു. എല്ലാവരും സാവിത്രിയുടെ സിദ്ധി വൈഭവങ്ങളെയും പാതിവൃത്യത്തിൻ്റെ മഹാത്മ്യത്തെയും പ്രകീർത്തിച്ചു. അടുത്ത ദിവസം കാലത്ത് സാലരാജ്യത്തു നിന്ന് മന്ത്രിമാരും ധാരാളം പൗരമുഖ്യന്മാരും ചതുരംഗപ്പടയോടുകൂടി ദ്യുമൽസേനൻ്റെ ആശ്രമത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ ശത്രുവിനെ വധിച്ച് രാജ്യം വീണ്ടെടുത്ത സന്തോഷ വാർത്ത അറിയിക്കാനാണ് അവരെല്ലാം എത്തിയത്. ഇതുകൂടി അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും സന്തോഷം ശതഗുണീഭവിച്ചു. ദ്യുമൽസേനൻ സാലുരാജ്യത്തേക്ക് തിരിച്ചുപോയി. പഴയതുപോലെ പ്രജാക്ഷേമ തൽപരനായി രാജ്യഭാരം ചെയ്തു. സത്യവാനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. പിന്നീട് അദ്ദേഹം രാജാവാകുകയും സന്താന സൗഭാഗ്യത്തോടെ അനേക വർഷം രാജ്യം ഭരിക്കുകയും ചെയ്തു. യുധിഷ്ഠിര, ഇങ്ങനെ അച്ഛൻ, അമ്മ, ശ്വശുരൻ, ശ്വശ്രു, ഭർത്താവ് എന്നിവരെയെല്ലാം ആപത്തിൽ നിന്നും സാവിത്രി കരകയറ്റി. അപ്രകാരം പാഞ്ചാലി സാവിത്രിയെപ്പോലെ നിങ്ങൾക്കെല്ലാം ഉത്കർഷം ഉണ്ടാക്കും. മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവരെ അനുഗ്രഹിച്ചിട്ട് യാത്രയായി. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. ഇനി കർണൻ്റെ ദാനം എന്ന അധ്യായം അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.